അങ്ങനെ സച്ചിക്കും രേവതിക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമായിട്ട് മലേഷ്യയിലേക്ക് പോവാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കാണ് സച്ചി കാറിൽ കയറ്റിക്കൊണ്ടുവന്ന അതിഥികൾ. അവര് മലേഷ്യക്കാരായതുകൊണ്ട് തന്നെ എല്ലാം എളുപ്പമാവാണ്. സച്ചിയോടുള്ള ഒരു ഇഷ്ടം കാരണമാണ് കേട്ടോ സച്ചി ഈ ആവശ്യം മുന്നോട്ട് വെക്കാതെ തന്നെ അവർ ഇങ്ങോട്ട് അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഈ വിവരം അധികം വൈകാതെ തന്നെ സച്ചിയും രേവതിയും കൂടി വീട്ടിൽ വന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതിയുടെ സന്തോഷാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. കാരണം ശ്രുതിയുടെ നാട്ടിലോട്ടാണല്ലോ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ശ്രുതിയുടെ അച്ഛനെ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി നോക്കണം. മലേഷ്യയിൽ എത്തിയ പാടെ തന്നെ ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ ചെന്ന് കാണണം. ഇതൊക്കെയാണ് ചന്ദ്രമതിയുടെ മനസ്സിൽ. എന്തായാലും എപ്പോഴും ശ്രുതിയെ വാനോളം പുകഴ്ത്തുന്ന ചന്ദ്രമതി അന്ന് സച്ചിയെയാണ് കേട്ടോ ഒരുപാട് പുകഴ്ത്തിയത്. എന്തായാലും ഈ വാർത്ത അറിഞ്ഞ ശ്രുതി ആകെ ഞെട്ടി ഷോക്കായി പേടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ഒരിക്കലും ചെമ്പനീർ പൂവിൽ കഥ മാറി മറിയില്ല. ശ്രുതി എന്ന കള്ളി പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകളാണ് ഇനി ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. ശ്രുതിയുടെ കഷ്ടകാലം. എന്തായാലും മലേഷ്യയിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. അങ്ങനെ സച്ചി ഒരുവിധം സ്ഥലത്തൊക്കെ അന്വേഷിച്ച് രേവതിയുടെ അടുത്തോട്ട് എത്തുന്നുണ്ട്. രേവതി അമ്പലത്തിന് മുൻപിൽ തന്നെ ഉണ്ട് കേട്ടോ. സച്ചി കാർ ഒരു സൈഡിൽ ഒതുക്കി രേവതിയുടെ അടുത്തോട്ട് വരാണ്. രേവതി, നമ്മൾ അങ്ങനെ പാലറടത്തെ കുറിച്ചുള്ള ഒരുവിധം അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? സച്ചേട്ടാ, എങ്ങനെയെങ്കിലും മലേഷ്യയിലെ ശ്രുതിക്ക് അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. എന്തായാലും എനിക്ക് തോന്നുന്നില്ല സച്ചേട്ടാ അവക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിൽ ഉണ്ടെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ എന്തെങ്കിലും തരത്തിൽ സഹായിക്കില്ലേ? പണത്തിന് ആവശ്യം വരുമ്പോഴേക്ക് അച്ഛനോട് ചോദിക്കാതെ എന്തിനാ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്? അവനൊരു ഫ്രോഡാണെന്നുള്ളത് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് സച്ചേട്ടനുമായിട്ട് അവൻ നല്ല രീതിക്കല്ലെന്നുള്ളത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ശ്രുതി എന്തിനായിരിക്കും ആന്റണിയുടെ അടുത്തുനിന്ന് പണം വാങ്ങിക്കുന്നത്? അമ്മ ഏത് സമയത്തും അച്ഛൻ്റെ അടുത്തുനിന്ന് പണം വാങ്ങുന്നു പറഞ്ഞ് ശ്രുതിയെ ഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ ഈ സമയത്തൊക്കെ അച്ഛൻ പണം അയച്ചു എന്ന് പറയുന്നത് ആന്റണിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച പൈസ ആയിരിക്കും സച്ചേട്ടാ. അത് സംശയിക്കാനുണ്ടോ രേവതി? എന്തായാലും അത് ആന്റണിയുടെ പണം തന്നെയാണെന്ന് കൺഫേമാ. നിന്റെ അനിയൻ പറഞ്ഞല്ലോ ആന്റണിക്ക് ഒരു 5 ലക്ഷം രൂപയുടെ അടുത്ത് ശ്രുതി കൊടുക്കാനുണ്ടെന്ന്. അത് മാത്രമല്ല മിക്ക അടവും പാർലറെടുത്തി മുടക്കിയിട്ടുണ്ടെന്ന് ശരത്ത് ഓർമ്മപ്പെടുത്തിയില്ലേ? അതെ സച്ചേട്ടാ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. രേവതി, ഇനി മനസ്സിലാവാൻ എന്തിരിക്കുന്നു? അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിലില്ല. ചുമ്മാ എൻ്റെ വീട്ടിൽ കടന്നുകൂടാൻ വേണ്ടിയിട്ട് ആ പാർലറെടുത്തി ഇല്ലാത്ത കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സംശയമില്ല, അതേതാണ്ട് ഇപ്പോൾ ഉറപ്പാണ്. പക്ഷെ സച്ചേട്ടാ, മലേഷ്യ കിടക്കുന്ന ആളെക്കുറിച്ച് നമ്മൾ എങ്ങനെ അന്വേഷിക്കാനാ? ഇനി ഇപ്പം ആരെങ്കിലും വെച്ച് അന്വേഷിച്ചെന്നിരിക്കട്ടെ, അവർക്ക് കണ്ടെത്താവുന്നതിലും പരിധിയില്ലേ? എന്തായാലും മറ്റൊരാളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് നമ്മൾ ചെന്ന് അന്വേഷിക്കുന്ന അത്രയൊന്നും ആവത്തില്ല. രേവതി, അപ്പൊ നീ എന്താ പറയുന്നത്? നമ്മൾ മലേഷ്യയിൽ എത്തണമെന്നോ? അയ്യോ, അങ്ങനെയല്ലേ സച്ചേട്ടാ. മലേഷ്യയിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരുപാട് പണം വേണ്ടി വരില്ലേ? നമ്മുടെ കയ്യിൽ അത്ര പണമൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, മലേഷ്യയിൽ പോവാൻ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം ആവും. ആർക്കെങ്കിലും ഒരാൾക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാൻ പറ്റിയ അത് നല്ലതായിരുന്നേന് സച്ചേട്ടാ. ഇപ്പം മലേഷ്യയിൽ പോവാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ 5 പൈസ കയ്യിൽ എടുക്കാനില്ലാത്തവരെ വരെ മലേഷ്യയിൽ എത്തുന്ന കാലമാ. എന്റെ അറിവിൽ തന്നെ 1-2 പേര് മലേഷ്യയിലോട്ട് പോയിട്ടുണ്ട്. അവരുടെ കയ്യിലൊന്നും കാശുണ്ടായിട്ടല്ല, അവർക്കൊക്കെ ലോകം കണ്ട് ജീവിക്കണം എന്നുള്ള ഇഷ്ടം കൊണ്ട് ഇറങ്ങി തിരിക്കുന്നതാ. എന്തായാലും രേവതി, ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് സീരിയസ് ആയിട്ടൊന്ന് അന്വേഷിച്ചാലോ? സച്ചേട്ടൻ എന്താ ഈ പറയുന്നത്? നമ്മൾ മലേഷ്യ പോവാണെന്നോ? അങ്ങനെ പോവാണെന്നല്ല പറഞ്ഞത്. എന്നാലും നമുക്കിതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാലോ. ശരിയാ സച്ചേട്ടാ. രേവതി, ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാനൊരു അച്ഛനും അമ്മയും വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലേ? അവര് മലേഷ്യക്കാരാണല്ലോ. അന്ന് പാർലറെടുത്തിയുടെ അച്ഛൻ മലേഷ്യയിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പാർലറെടുത്തി ഉരുണ്ട് തിരിഞ്ഞ് പല്ലുവേദന അഭിനയിച്ചല്ലേ അവിടുന്ന് കടന്നു കളഞ്ഞത്. ഇനി എന്തായാലും അവൾ എൻ്റെ പിടിവള്ളിന്ന് പോവത്തില്ല. രേവതി, നമുക്കൊരാഴ്ച സമയമുണ്ട്. ആ ഒരാഴ്ചക്കുള്ളിൽ അവൾ ആരാണെന്നും എന്താണെന്നും കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടേ നമുക്ക് ആ മലേഷ്യക്കാരെ ഒന്ന് ചെന്ന് കാണണം. രേവതി, ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് ആ സാറിന്റെ മേഡത്തിന്റെ വീട്ടിലെത്തണം. അവർ എന്നോട് എന്താവശ്യം ഉണ്ടെങ്കിലും അവരുടെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതിനെക്കുറിച്ച് അവരോടൊന്ന് സംസാരിക്കാം. നീ വാ. അത് ശരിയാ സച്ചേട്ടാ, അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. എന്നാ പിന്നെ നീ പെട്ടെന്ന് കാറി കയറി, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ സച്ചിയും രേവതിയും കാറിൽ കയറുന്നുണ്ട് കേട്ടോ. സച്ചിയാണെന്നുണ്ടെങ്കിൽ കാറ് സ്പീഡിൽ വിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ മലേഷ്യക്കാരുടെ വീട്ടില് സച്ചിയും രേവതിയും എത്തുന്നതാണ്. കാറിൽ ഹോൺ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും ഗേറ്റ് അവിടുത്തെ വാച്ച്മാൻ വന്ന് തുറക്കുന്നില്ല. ഇത് കണ്ട സച്ചി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വാച്ച്മാൻ ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ചേട്ടാ ചേട്ടാ. ഷോ രേവതി, ഈ ചേട്ടൻ നല്ല ഉറക്കത്തിലാണല്ലോ. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക് സച്ചേട്ടാ. ചേട്ടോ ചേട്ടാ. ഇത് പറഞ്ഞിട്ട് ഗേറ്റ് പിടിച്ച് കുലുക്കാൻ കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ അയാൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആരാ ആരാ? എൻ്റെ പൊന്ന് ചേട്ടാ, എത്ര നേരം കൊണ്ട് ഹോൺ അടിക്കുന്നു. ചേട്ടനൊന്ന് വന്ന് ഗേറ്റ് തുറക്കുവോ? അയ്യോ സോറി, ദേ ഇപ്പം തുറക്കാട്ടോ. ഇതും പറഞ്ഞ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാൾ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ? സാറിനെ കാണാൻ വന്നതാണോ? അതെ.
ശരി, ഇതും പറഞ്ഞ് അയാൾ ഗേറ്റ് കറക്റ്റായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാർ അകത്തോട്ട് കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും വീടിന് മുന്നിലിറങ്ങി വീട് മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട്. വലിയ ബംഗ്ലാവ് പോലത്തെ വീടാണ് കേട്ടോ. ഷോ സച്ചേട്ടാ, ഇത് എന്തൊരു വലിയ വീടാ. ഇത് വീടെന്നല്ല പറയാ, ബംഗ്ലാവ് എന്നാ. പണക്കാരല്ലേ രേവതി, പണക്കാർക്ക് എത്ര വലിയ വീട് വേണമെങ്കിലും എടുക്കാലോ. അത് ശരിയാ സച്ചേട്ടൻ പറഞ്ഞത്. പണക്കാരായി കഴിഞ്ഞാൽ എത്ര വലിയ വീട് വേണമെങ്കിലും എടുക്കാം. ആ ദേ, നമുക്കിങ്ങനെ സംസാരിച്ച് സമയം കളയാൻ നേരമില്ല, നമുക്ക് അകത്തേക്ക് ചെല്ലാം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും അകത്തോട്ട് കയറുകയാണ് കേട്ടോ. സച്ചി നേരെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വാതിൽ വന്ന് ഒരാൾ തുറക്കുന്നുണ്ടേ. അതവിടുത്തെ സെർവൻ്റ് ലേഡിയാണ് കേട്ടോ. ആരാ? ഞങ്ങൾ ഇവിടുത്തെ സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ആണോ? എന്നാ അകത്തേക്ക് കയറൂ, ഞാൻ സാറിനെ വിളിക്കാം. ഓ ശരി രേവതി, വാ. ഇതും പറഞ്ഞ് രേവതിയും സച്ചിയും കൂടി അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സോഫയിൽ ചെന്നിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മാഡം അങ്ങോട്ട് വരുന്നത്. അതായത് അന്ന് കാറി കൊണ്ടുപോയില്ലേ ആ മാഡം. ആഹാ, ഇതാരാ? സച്ചിയും രേവതിയോ? മാഡം, ഇരിക്കിരിക്കി. എന്തിനാ നിങ്ങൾ എഴുന്നേൽക്കുന്നത്? ഇരിക്കുന്നേ. മാഡം, ഞങ്ങൾ സാറിനെയും മാഡത്തെ ഒന്ന് കാണാൻ വന്നതായിരുന്നു. അതിനെന്താ, ഏട്ടനെ ഞാൻ വിളിക്കാം. കമല, കമല. എന്താ മാഡം? സാറിനെ ഒന്ന് വിളിക്ക്. ഞാൻ വിളിച്ചിട്ടുണ്ട് മാഡം, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ശരി, ഏട്ടനിപ്പോൾ വരൂ കേട്ടോ. അല്ല, എന്തിനെപ്പോൾ രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങിയത്? എന്തെങ്കിലും ആവശ്യത്തിനാണോ, അതോ ഇതിലൂടെ പോയപ്പോൾ ചുമ്മാ കയറിയതാണോ? അത് പിന്നെ സാറും കൂടി വരട്ടെ മാഡം, എന്നിട്ട് രണ്ടുപേരോടും ഒരുമിച്ച് പറയാം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ല, രണ്ടുപേർക്കും വന്നിട്ടൊന്നും തന്നില്ലല്ലോ. എന്താ വേണ്ടത്? കുടിക്കാൻ ജ്യൂസോ അതോ കോഫിയോ? അയ്യോ മാഡം, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. അത് പറഞ്ഞിട്ട് ഞങ്ങൾ പോവും. അത് പറഞ്ഞാൽ പറ്റില്ല. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങളെ എത്രത്തോളം സ്നേഹത്തോടെയാ ഭക്ഷണം തന്നിട്ട് ആ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്. അപ്പം പിന്നെ നിങ്ങളെ വെറും കൈയോടെ വിടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. സച്ചി, രേവതി, തണുത്ത തന്നെ ആയിക്കോട്ടെ അല്ലേ? ഈ ചൂടത്ത് തണുപ്പല്ലേ നല്ലത്. ശരി മാഡം. കമലെ, ഇവർക്ക് നല്ല തണുത്ത ജ്യൂസ് എടുത്തോ. ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് കമല അകത്തോട്ട് പോവാൻ കേട്ടോ. അതായത് അവിടുത്തെ ഒരു സെർവൻ്റാണ് കമല. അപ്പോഴേക്കും അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. സർ. ആഹാ, ഇതാര്? സച്ചിയും രേവതിയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ സച്ചി ഇന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അതിന് സച്ചിയുടെ കാർ ആവശ്യമുണ്ടായിരുന്നു. എന്താ സർ പിന്നെ വിളിക്കാഞ്ഞത്? ഞാൻ വിളിക്കാൻ ഇരിക്കുമായിരുന്നു. ഓ, എന്നാൽ സാറിന് എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി. ഞാൻ അപ്പം ഇവിടെ എത്തും. അതെനിക്കറിയാലോ സച്ചി. അല്ല, രണ്ടുപേരും ഞാനെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ വന്നതാണോ? അല്ല സർ, ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. എന്ത് കാര്യം സച്ചി? എന്താണെങ്കിലും മടിക്കാതെ പറഞ്ഞോ. അല്ല, ഇവർക്കെന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ. എന്നാൽ പിന്നെ സച്ചിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മടിക്കാതെ പറഞ്ഞു. അത് പിന്നെ സർ, അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ സർ അവിടെയുള്ള എല്ലാവരും കണ്ടതല്ലേ? സച്ചിയുടെ ഫാമിലിയെ മുഴുവനും ഞാനും എൻ്റെ ഭാര്യയും കണ്ടതാണല്ലോ. അതിൽ എൻ്റെ മൂത്തേട്ടൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, മലേഷ്യക്കാരി? പറഞ്ഞു. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്താണ് അവരുടെ അച്ഛൻ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ ആ കുട്ടിക്ക് പല്ലുവേദന എടുത്തു. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എന്താ ഉണ്ടായതെന്ന് ചോദിക്കാൻ വിട്ടു. എന്താ ആ കുട്ടിക്ക് സംഭവിച്ചത്? ഇല്ല സാർ, ഏട്ടത്തിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സച്ചി എന്തിനാ വന്നത്? അത് പറയേ. സച്ചിക്ക് അത് പറയാൻ എന്തോ പ്രയാസമുണ്ടല്ലോ. അത് പിന്നെ സാർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയാതിരിക്കാൻ വയ്യല്ലോ. ആ മലേഷ്യക്കാരി എന്ന് പറയുന്ന എൻ്റെ ഏട്ടത്തി ഒരു വ്യാജ മലേഷ്യക്കാരിയാണോ എന്ന് എനിക്കൊരു പേടിയുണ്ട് സാറേ. വ്യാജ മലേഷ്യക്കാരിയോ? സച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? സർ, അത് പിന്നെ അവൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കയറി കൂടാൻ വേണ്ടി അവൾ പറഞ്ഞുണ്ടാക്കിയ കള്ളമാണോ എന്ന്. സാറ് പറഞ്ഞല്ലോ അവളുടെ അച്ഛനെ പോലെ ഒരാളെ അവിടെ കണ്ടിട്ടില്ലെന്നും അങ്ങനെ ഒരു പണക്കാരനുള്ളതായിട്ട് അറിയില്ലെന്നും. അതെ, എനിക്ക് ആ ഭാഗത്തുള്ള ഒരുവിധം പണക്കാരെയൊക്കെ അറിയുന്നതാ. എന്നാലും ഇത്രയും വലിയ കോടീശ്വരനായിട്ട് ആ കുട്ടിയുടെ അച്ഛനെ മാത്രം പേര് പറഞ്ഞപ്പോൾ എനിക്കറിയാൻ പറ്റിയില്ല. അതിനർത്ഥം അവൾ എന്തൊക്കെയോ കള്ളം പറഞ്ഞിട്ടുണ്ടെന്നാ സാറേ. എന്ന് വെച്ചാൽ സച്ചിക്കും രേവതിക്കും ഇപ്പോൾ ആ കുട്ടിയെ സംശയമുണ്ടെന്ന്. അതെ സാറേ, അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിലില്ലെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. അത് പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ ആവശ്യങ്ങൾക്കൊന്നും അയാൾ പണം അയച്ചു കൊടുത്തിട്ടില്ല. കോടീശ്വരനാണെങ്കിൽ മോളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യില്ലേ സാറേ? അതൊക്കെ പോട്ടേന്ന് വെക്കാം. ഇടയ്ക്കെങ്കിലും സ്വന്തം മകളെ കാണാൻ വേണ്ടി മലേഷ്യയിൽ നിന്ന് നാട്ടിലോട്ട് വരില്ലേ? അങ്ങനെ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെന്ന് മാത്രമല്ല, അവളെ കെട്ടിയ എൻ്റെ ഏട്ടന് പോലും അങ്ങനെ ഒരാളുണ്ടോയെന്ന് അറിയില്ല. ഇന്ന് വരെ അവൾ ഫോണിൽ പോലും വിളിച്ചു കൊടുത്തിട്ടില്ല ആർക്കും. ഓഹോ, അപ്പം സച്ചി പറഞ്ഞതിലും സംശയം പ്രകടിപ്പിക്കാം. എനിക്കെന്തോ തോന്നിയിരുന്നു അങ്ങനെ ഒരു പണക്കാരൻ മലേഷ്യയിലില്ലെന്ന്.
എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് സച്ചിയോട് പറഞ്ഞല്ലോ. സർ, അന്വേഷിക്കുന്നത് ഒരു ഭാഗത്ത് നടന്നോട്ടെ. അതല്ല സർ എനിക്കറിയേണ്ടത്. എനിക്ക് ഒന്ന് മലേഷ്യയിൽ വരെ പോകണമെന്നുണ്ട്. അതിൻ്റെ എക്സ്പെൻസും കാര്യവും എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കതിനുള്ള കാര്യങ്ങൾ നോക്കാനായിരുന്നു. ഓ, സച്ചിക്ക് മലേഷ്യയിൽ പോകണമെന്നുണ്ടോ? അത് പിന്നെ ആ നാട് കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. ഒരാൾ ഞങ്ങളുടെ കുടുംബം മൊത്താകെ പറ്റിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ സാറേ? യെസ്, സച്ചി റൈറ്റായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് സച്ചിക്ക് അത് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ആ മാഡം പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ ആ പെൺകുട്ടി കള്ളം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കൂടി കയറിയതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ കള്ളം പൊളിക്കണം. അതൊരു നല്ല ഹാബിറ്റ് അല്ല, ഒരു വീട്ടിൽ കടന്നുകൂടാൻ വേണ്ടി ഇത്രയും കല്ല് വെച്ച നുണ പറയാന്നുള്ളത്. എന്തായാലും അതിനെക്കുറിച്ച് ഏട്ടൻ അന്വേഷിക്കുന്നുണ്ട്. സച്ചി, മലേഷ്യയിലേക്ക് പോവാൻ അധിക വലിയ ചിലവിൻ്റെ അത്യാവശ്യമൊന്നുമില്ല. ഇപ്പം എല്ലാവരും 2-3 ദിവസത്തിന് മലേഷ്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു മലേഷ്യയിൽ പോയി വരാമെന്ന് പറയുന്നത് അത്ര വലിയ എക്സ്പെൻസുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് സച്ചിക്ക് ഞാനൊരു ഫ്രീ വിസിറ്റിംഗ് കാർഡ് തരാം. എന്താ നിന്റെ അഭിപ്രായം? അപ്പോൾ ഭാര്യ പറയുന്നുണ്ട് കേട്ടോ, ഏട്ടാ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ സച്ചിയെ പോലെ ഒരാൾക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നതിൽ. സച്ചി, നീ മലേഷ്യയിലെത്തിയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിനക്ക് സ്റ്റേ ചെയ്യാം. ഞങ്ങൾക്കവിടെ ഒരുപാട് വീടുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും സച്ചിക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ ഫ്രീ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയുന്നത് സച്ചിയുടെ എല്ലാ കാര്യവും ഫ്രീ ആയിരിക്കും. നീ ശരിക്കും ഞങ്ങൾക്ക് അപരിചിതനല്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു നല്ല ദിവസം സമ്മാനിച്ച ഞങ്ങളുടെ മകനാണ്. ഇത് കേട്ടപ്പോൾ സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അയ്യോ സർ, അവിടേക്ക് പോകാനൊക്കെ ഒരുപാട് കാശാവും. സാറിൻ്റെ കയ്യിൽ നിന്ന് ആ കാശൊന്ന് പോവാന്ന് വെച്ചാൽ അയ്യോ അതൊന്നും സച്ചി കാര്യമാക്കണ്ട. എനിക്ക് അവിടേക്ക് ഫ്രീ വിസിറ്റിംഗ്സ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അധികം കാശൊന്നും ചിലവാകത്തില്ല. അതാലോചിച്ച് സച്ചി പേടിക്കണ്ട. ഈ വിസിറ്റിംഗ് കാർഡ് യൂസ് ചെയ്തിട്ട് സച്ചിക്ക് സച്ചിയുടെ അച്ഛനെയും അമ്മയും ഭാര്യയും കൂട്ടാം. അങ്ങനെയും പോവാട്ടോ. ഞങ്ങൾ പോവാനിരുന്ന വിസിറ്റിംഗ് കാർഡായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ലീവ് കുറച്ചുകൂടി നീട്ടി. ഞങ്ങൾക്കിവിടെ കുറച്ച് സ്ഥലം കൂടി കണ്ടു തീർക്കാനുണ്ട്. എന്തായാലും ആ സമയം കൊണ്ട് സച്ചി വിസിറ്റിംഗ് കാർഡ് യൂസ് ചെയ്ത് അവിടെ വിസിറ്റ് ചെയ്ത് വാ. വേണമെങ്കിൽ ഫാമിലിയും കൂട്ടിക്കോ. സർ, ഈ ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സർ. അയ്യോ, ഇതിന് നന്ദിയൊന്നും പറയാൻ നിൽക്കല്ലേ സച്ചി. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞങ്ങൾ രണ്ടുപേരും നിന്നോട് എത്രത്തോളം നന്ദി പറയണം. സച്ചി, അന്ന് നീ ഞങ്ങൾക്ക് ആ ദിവസം സമ്മാനിച്ചതുകൊണ്ട് ഏട്ടൻ നിന്നെക്കുറിച്ച് പറയാത്ത ദിവസമില്ല. ഏട്ടൻ മാത്രമല്ല, ഞാനും നിന്നെക്കുറിച്ച് എന്നും പറയും. നീ മാത്രമല്ല, രേവതി മോളും ഞങ്ങൾക്ക് രുചിയൂരുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തന്നു. അതിനൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതിന് ഞങ്ങളുടെ ഈ ഒരു ചെറിയ സമ്മാനമെങ്കിലും നിങ്ങൾ സ്വീകരിക്കണം. ഇത് കേട്ടപ്പോൾ സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. നീ പോയിട്ട് ആ കാർഡ് എടുത്തോണ്ട് വാ, അത് നമുക്ക് ഇവർക്ക് കൊടുക്കാം എന്ന് ആ സാറ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ആ മാഡം പോയിട്ട് ആ കാർഡ് എടുത്തോണ്ട് വരുന്നുണ്ട്. അത് രണ്ടുപേരും ഐശ്വര്യമായിട്ട് സച്ചിയുടെ കയ്യിലും രേവതിയുടെ കയ്യിലേക്കും കൊടുക്കുകയാണ്. സർ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഇറങ്ങാണോ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അതൊന്നും വേണ്ട സർ, ഇത് എന്നെ ധാരാളം. ഞങ്ങൾ എന്തായാലും പിന്നെ ഒരു ദിവസം വരാം. ആയിക്കോട്ടെ, ഞങ്ങൾക്കും അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പിടിച്ചു നിർത്തുന്നില്ല. പിന്നെ നിങ്ങളിവിടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ തിരക്കൊക്കെ ഞങ്ങൾ മാറ്റിവെക്കും കേട്ടോ. ഞങ്ങൾ പിന്നൊരു ദിവസം വരാം. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഇതും പറഞ്ഞ് അവർ യാത്ര അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും അത് കിട്ടിയ സന്തോഷത്തിൽ കാറിൽ യാത്ര ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി, ഇത് ഞാൻ എങ്ങനെ വീട്ടിൽ ചെന്ന് പറയും? അതെന്താ സച്ചിയേട്ടാ? നമ്മൾ വാക്കുകൊണ്ട് പറയണം. ഓ, നീ എന്തെന്നെ കളിയാക്കുവാണോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കാര്യം വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞാലേ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അച്ഛൻ ചിലപ്പോൾ ഇല്ലാന്ന് പറയുമായിരിക്കും, എന്നാലും അമ്മ ഉണ്ടാവാതിരിക്കില്ല. അല്ല സച്ചേട്ടാ, ഇതിൽ വെറും 4 പേർക്കല്ലേ പോകാൻ പറ്റത്തുള്ളൂ. സുധിയെയും ശ്രുതിയെയും കൂടി കൂട്ടിയിരുന്നെങ്കിൽ അവർക്കും കൂടി കൂടെ വരായിരുന്നില്ലേ? എൻ്റെ രേവതി, ശ്രുതിയും ശ്രുതിയും എങ്ങനെയെങ്കിലും വരട്ടെ. ശ്രുതിയെക്കുറിച്ച് അറിയാൻ പോകുന്നിടത്ത് എന്തിനാ ശ്രുതിയെ കൂടെ കൂട്ടുന്നത്? അവളെ നമ്മുടെ കൂടെ നിന്നിട്ട് എല്ലാം കുളം തോണ്ടും. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ കൂടെ അവൾ വരുന്നില്ല. രേവതി, പെട്ടെന്നൊന്നും നീ കാര്യം പറയണ്ട. കാര്യം ഞാനൊരു തഞ്ചത്തിലൊക്കെ അവതരിപ്പിക്കാം. ശരി സച്ചേട്ടാ. അങ്ങനെ അതും പറഞ്ഞ് അവർ ചന്ദ്രോദയത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് കയറി ചെല്ലാണ്. അപ്പം തന്നെ സച്ചി എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. എടാ ശ്രീകാന്തേ, വർഷേ, സുധി, പറടത്തി, അച്ചോയ്, അമ്മേ, എല്ലാവരും വായോ വായോ വായോ. ഇതും പറഞ്ഞ് സച്ചി ആണെങ്കിൽ ഉറക്കെ വിളിച്ച് പറയാൻ കേട്ടോ. ഇത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഡാ, എന്തിനാടാ നീ ഇങ്ങനെ അലറി വിളിക്കുന്നത്? അവൻ എപ്പോഴും ഉള്ളതാ ഇങ്ങനെ അലറി വിളിക്കുന്നത്. എന്നാൽ സച്ചിയുടെ അലർച്ച കേട്ടിട്ട് ശ്രുതി മുറിയിലിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, സച്ചിയാണല്ലോ, ഇനി അടുത്ത വള്ളിക്കെട്ട് എന്താണാവോ? അവനിങ്ങനെ എല്ലാവരും വിളിക്കുന്നത് തന്നെ വള്ളി വലിച്ചിടാൻ വേണ്ടിയിട്ടാ. ശ്രുതി, ആരെങ്കിലും എന്നെ വിളിച്ചോ? വിളിച്ചു, ആ സച്ചി. എടാ സുധി, പാലടത്തി, ഇറങ്ങി വാ. ഓ,
ഇവൻ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ആ, എനിക്കെങ്ങനെ അറിയാം? സുധി ചെന്ന് സുധിയുടെ അനിയനോട് ചോദിക്ക് എന്തിനാ ഇങ്ങനെ ഏത് സമയത്ത് വിളിച്ചോണ്ടിരിക്കുന്നതെന്ന്. ആ, അവനെന്തേലും കാരണമില്ലാതെ വിളിക്കാതിരിക്കില്ല. നീ വാ രേവതി, ചിലപ്പോഴേ അവൻ കഴിക്കാൻ വല്ലതും കൊണ്ടുവന്ന് കാണും. വാ, അത് മിസ്സാക്കണ്ടല്ലോ. ഓ, അവൻ എന്ത് കൊണ്ടുവന്നാലും അത് ഒരു ഉളുപ്പുമില്ലാതെ വെട്ടി വിഴുങ്ങി തിന്നോളണം. അത് ശരി, ഞാൻ മാത്രമാണോ കഴിക്കുന്നത്? നീയും കഴിക്കാറുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്നെ മാത്രമായിട്ട് പറയുന്നത്? ഓ, ഇനിയിപ്പോൾ മഹാരാജാവ് വിളിച്ചാൽ ചെന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ടേ ശ്രുതി അങ്ങ് ചെല്ല്, ഞാൻ പിന്നാലെ വന്നേക്കാം. അല്ല, ശ്രുതി പോകുന്നില്ലെങ്കിൽ പിന്നെ ശ്രുതി പോവണം. ശ്രുതി ആദ്യം ചെല്ല്, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി. അങ്ങനെ ശ്രുതി താഴോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എടാ 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 എന്തിനാടാ നീ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? പാറടത്തി ഇവിടെ. അവളവിടെ എന്തോ പണിയില്ല, ഇപ്പൊ വരും. ശ്രീകാന്തും വർഷം എത്തിയല്ലോ. എന്താ സച്ചേട്ടാ? സച്ചേട്ടൻ എന്തിനാ ഞങ്ങളൊക്കെ വിളിച്ചത്? അച്ഛൻ എവിടെ പോയി? എടാ, അച്ഛനും കൂടി വന്നിട്ടേ നീ കാര്യം പറയത്തുള്ളൂ. അമ്മേ, അച്ഛനും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. എടാ സച്ചി, നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? അച്ഛനെ എത്തിയല്ലോ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ പോവാ. എന്ത് കാര്യമാണെന്ന് വെച്ചാൽ പറഞ്ഞ് തോലിക്കടാ. അമ്മേ, നമ്മുടെ ഫാമിലിക്ക് ഒരു ട്രിപ്പ് പോയാലോ? ട്രിപ്പോ? ഇപ്പം എല്ലാവരും ഫാമിലിയായിട്ട് ട്രിപ്പ് പോവല്ലേ? ഓ, ഇതിനെക്കുറിച്ച് പറയാനായിരുന്നു നീ ഇപ്പം വിളിപ്പിച്ചത്. എൻ്റെ അമ്മ, ഈ ട്രിപ്പെന്ന് പറയുന്നത് ചെറിയ ട്രിപ്പല്ല. എടാ സച്ചി, നീ എവിടേക്ക് പോകുന്ന കാര്യമാടാ പറയുന്നത്? അച്ഛാ, നമ്മളെല്ലാവരും ട്രിപ്പ് പോകുന്നു. ട്രിപ്പ് പോവാനുള്ള കാശ് അച്ഛൻ്റെയും അമ്മയുടേതും ഞാൻ എടുത്തോളാം, പിന്നെ രേവതിയുടേത് എൻ്റെതും. ബാക്കിയുള്ളതൊക്കെ അവരവർ നോക്കണം. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ, നീ എൻ്റെ കാശും ഇദ്ദേഹത്തിൻ്റെ കാശും എടുക്കണമെന്നില്ലടാ, അത് ശ്രുതി എടുത്തോളും. കാശിന് ഗതിയില്ലാതെ നടക്കുക നീയൊക്കെ. പിന്നെ എവിടെ നാടാ എനിക്കും ഇദ്ദേഹത്തിന് നീ കാശ് കൊടുക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ. ഈ സുധീന്ദ്രൻ ഉണ്ടാവുമ്പോൾ ഇവൻ എന്തിനാ കാശ് ഇറക്കുന്നത്? എടാ, എനിക്കങ്ങനെ ലീവൊന്നും കിട്ടത്തില്ല. ലീവെന്ന് വെച്ചാൽ എൻ്റെ ഷോറൂം എപ്പോഴും തുറക്കണം. ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉള്ളതല്ലേ. നിന്നെപ്പോലെ നക്കാപ്പിച്ച കിട്ടുന്ന ജോലിയൊന്നുമല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അത് ശരി, എനിക്ക് നക്കാപ്പിച്ച കിട്ടുന്ന ജോലിയാണാടാ ഞാൻ ചെയ്യുന്നത്. ഓ, എൻ്റെ സച്ചി, ഒന്ന് നിർത്ത്. എന്താ നീ പറയുന്നത്? എവിടേക്ക് പോവണമെന്നാ? അച്ഛാ, അത് പിന്നെ എൻ്റെ രവിയേട്ടാ, ഇവൻ വല്ല മൂന്നാറിലേക്കോ ഊട്ടിയിലേക്കോ വയനാട്ടിലേക്കോ പോകുന്ന കാര്യമായിരിക്കും പറയുന്നത്. ചന്ദ്രേ, അവൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ല കാര്യമല്ലേ. ഇടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതല്ലേ? ഓ, തന്നെ നല്ലതൊക്കെ തന്നെയാ. അതിന് ഇവനിങ്ങനെ വിളംബരം വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അമ്മേ, നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞത് തന്നെ തെറ്റാ. നീ എന്നെ കൊണ്ടുപോകണ്ടടാ. അപ്പം രേവതി പറയുന്നുണ്ട് കേട്ടോ, അമ്മേ, നമ്മളെല്ലാവരും പോകുന്ന സ്ഥലം കേട്ടാലേ അമ്മ ശരിക്കും ഞെട്ടും. അപ്പം വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി, അതേതാ സ്ഥലം? അതൊക്കെ സച്ചേട്ടൻ ഇപ്പം പറയും. സച്ചേട്ടാ, ആ സ്ഥലം അങ്ങ് പറയേ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഒരു ഭാഗത്ത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവൻ എവിടേക്ക് പോകുന്ന കാര്യം ഈ പറയുന്നത്? അതിപ്പോൾ ആൻറ്റി പറഞ്ഞ പോലെ വല്ല മൂന്നാറോ വയനാടോ ഊട്ടിയോ അങ്ങനെ വല്ലതും ആയിരിക്കും. ഞാൻ പറയട്ടെ അച്ഛാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്? പറയടാ, നീ ഇങ്ങനെ പറയാതിരുന്നതുകൊണ്ട് എന്താ കാര്യം? എന്നാ കേട്ടോ, നമ്മൾ മലേഷ്യയിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. മലേഷ്യയിലേക്കോ? അതെ അമ്മേ, നമ്മൾ മലേഷ്യയിലേക്കാണ് പോകുന്നത്. മലേഷ്യയോ? എടാ, നീ ചുമ്മാതെ അതും ഇതും പറയാൻ നിൽക്കരുത് സച്ചി. വെറുതെ അവരെ കൊണ്ട് കഴിയാത്ത കാര്യം പറയുവാ. നീ ഞങ്ങളെ മലേഷ്യ കൊണ്ടുപോകാന്നിരിക്കുന്നു. എൻ്റെ രവിയേട്ടാ, ചിരിക്കാൻ വല്ലതും വേണോ? അതെന്താ, അവന് നമ്മളെ മലേഷ്യയെ കൊണ്ടുപോയിക്കൂടെ? രവിയേട്ടാ, നിങ്ങളിപ്പോൾ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാണോ? ഇവൻ നമ്മളെ എങ്ങനെ മലേഷ്യ കൊണ്ടുപോകാനാ? അതും ഈ പൂക്കെട്ടുകാരും കൂടി ചേർന്നിട്ട്. ഡ്രൈവറും പൂക്കെട്ടുകാരനും തനിച്ചങ്ങ് പോയാൽ മതി മലേഷ്യയിലേക്ക്. കേരളത്തിൽ വലിയ മലേഷ്യ ഉണ്ടാവും, അതുവല്ലോ ആയിരിക്കും പറയുന്നത്. അമ്മേ, ഞങ്ങളങ്ങനെ കൊച്ചാക്കി കാണുന്നു വേണ്ട. ദാ ഇത് കണ്ടോ, ഇത് മലേഷ്യയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യം റെഡിയാക്കിയതിൻ്റെ പ്രൂഫാ. ഇതങ്ങ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി, എക്സ്പെൻസ് ഫുൾ ഫ്രീയാ. അപ്പം വർഷ പറയുന്നുണ്ട്, എവിടെ നോക്കി സച്ചേട്ടാ? ഇതും പറഞ്ഞോണ്ടാ കാർഡ് എടുത്ത് നോക്കാൻ കേട്ടോ. ഫ്രീ ആയിട്ട് പോകാനുള്ള വിസിറ്റിംഗ് കാർഡാണല്ലോ. ഇതിൽ 4 പേർക്ക് പോവാം. അപ്പോൾ ഇവൻ പറഞ്ഞത് സത്യമാണോ? അതെ ആൻറ്റി, സച്ചേട്ടൻ പറഞ്ഞത് സത്യമാ. 4 പേർക്ക് ഫ്രീ ആയിട്ട് മലേഷ്യ പോവാം. അയ്യോ രവിയേട്ടാ, അപ്പം നമ്മൾ മലേഷ്യ പോവാണോ? എന്നോടാ ചോദിക്കുന്നത്. നീയല്ലേ പറഞ്ഞ സച്ചിക്ക് നമ്മളെ മലേഷ്യ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. അയ്യോ സച്ചി, നമ്മൾ മലേഷ്യ പോവെന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണോ? അമ്മയ്ക്ക് പറഞ്ഞിട്ട് വിശ്വാസമാവുന്നില്ലല്ലോ. അയ്യോ, എൻ്റെ കയ്യും കാലൊക്കെ കോരിത്തരിക്കുന്നു. നമ്മൾ മലേഷ്യ പോകാൻ പോവാ രവിയേട്ടാ. എൻ്റെ ചന്ദ്രേ, കഷ്ടം. സച്ചി, ഇതെന്താടാ, ഉള്ളത് തന്നെയാണോ? അതെ അച്ഛാ, നമ്മൾ മലേഷ്യ പോകാൻ പോവാ, അതും ഫ്രീ ആയിട്ട്. നിനക്കിതെങ്ങനെ കിട്ടി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും ഇത് കിട്ടിയല്ലോ, അതൊക്കെ അവൻ പിന്നെ പറഞ്ഞോട്ടെ. എടാ സച്ചി, സത്യം പറയാലോ, നീ എൻ്റെ പൊന്നു മോനാടാ. നീ ഞങ്ങളെ മലേഷ്യയിലേക്ക് കൊണ്ടുപോവില്ലേ? ഷോ,
രവിയേട്ടാ എനിക്കാകെ എന്തോ പോലെ. രവിയേട്ടാ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. മറ്റന്നാളേ നമ്മൾ പോകുന്നത്. നാളെ പോയിട്ട് കുറച്ചധികം സാധനങ്ങൾ പോയി വാങ്ങാനുണ്ട്. ആദ്യേ ശ്രുതിയുടെ പാർലറിലോട്ട് പോകണം. എന്നിട്ടേ എൻ്റെ ഫേസിലെ ടാന് മുഴുവനൊന്ന് മാറ്റണം. ഓ എൻ്റെ ചന്ദ്രേ, കഷ്ടമുണ്ട് നിന്റെ കാര്യം. രവേട്ടാ ഈ കോലത്തിലൊന്നും മലേഷ്യയിലേക്ക് പോകാൻ പറ്റില്ല. നല്ല അടിപൊളി പാൻറ്റും കോട്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് വേണം പോവാൻ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് വണ്ടർ അടിച്ച് നിൽക്കാൻ കേട്ടോ സുധി. അല്ല, ഇവരെ നീ മലേഷ്യയിലേക്ക് കൊണ്ടുപോവാണോ? അതെ, ഇവർ ഞാൻ മലേഷ്യയിലേക്ക് കൊണ്ടുപോവാ. അല്ല, അപ്പം പിന്നെ ഞാനും ശ്രുതിയോ? ശ്രുതിയുടെ നാടല്ലേ മലേഷ്യ, അവള് പോവാതെയാണോ നിങ്ങൾ പോകുന്നത്? അതിനെന്താ, ഞാനും രേവതിയും അച്ഛനും അമ്മയും അടിച്ച് പൊളിച്ചു പോവും. ഇത് കേട്ട ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. ഹോ, എനിക്കത് ആലോചിച്ചിട്ട് എന്നെ കുളിർമ തോന്നുന്നു. അമ്മ, ഈ സച്ചോട് എന്നെയും കൂടി കൊണ്ടുപോകാൻ പറയാമേ. നിങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നില്ല ഇവൻ? അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഹോ എൻ്റെ സുധിയേട്ടാ കഷ്ടമുണ്ട്. കയ്യിൽ നിന്ന് കുറച്ച് കാശെടുത്താൽ സുധിയേട്ടന് ശ്രുതി ചേച്ചിക്ക് പോവാന്നതേ ഉള്ളൂ. എടാ ശ്രീകാന്ത്, നിങ്ങൾ വരുന്നോ? ഞങ്ങൾ പോവും. എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഫ്രീ ടിക്കറ്റ് കിട്ടും. ശ്രീകാന്തെ പ്ലീസ്, നീ ഇതിനെങ്കിലും സമ്മതിക്ക്. നമുക്ക് അവരുടെ കൂടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാലോ. എന്നാ പിന്നെ ഈ കാര്യത്തിൽ ഞാൻ നിന്നോട് എതിർപ്പൊന്നും പറയുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഷോ, അപ്പം ഞാൻ അച്ഛനെ വിളിച്ച് വിവരം പറയട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് വർഷ പോവാണ് കേട്ടോ. വർഷ ഞങ്ങൾക്കും കൂടി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഇതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വർഷ പോകുന്നത്. ഷോ എടാ സച്ചി, 4 പേർക്ക് എടുക്കുന്ന നേരം കൊണ്ട് നിനക്ക് 6 പേർക്ക് എടുത്തുകൂടായിരുന്നു? എനിക്കേ എൻ്റെ അച്ഛനമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിൻ്റെയും കൂടി കാര്യം തലയിലെടുത്ത് വെക്കണമെന്നില്ല. അല്ലടാ, നീ നായികയ്ക്ക് 40 വട്ടം എപ്പോഴും പറയുമല്ലോ വലിയ ബിസിനസ്സുകാരനാണെന്ന്. എന്നിട്ട് മലേഷ്യ പോകാനുള്ള കാശ് നിൻ്റെ ഈ പാർലറെടുത്തിട്ടും കയ്യിൽ എടുക്കാനില്ലേ? അതെ സച്ചേട്ടാ, ഇവരുടെ കയ്യിൽ മലേഷ്യ പോകാൻ പോലുള്ള പണമില്ല. രേവതി, ഇതും പറഞ്ഞ് നീ അവരെ കളിയാക്കല്ലേ? അമ്മേ, ഇവൻ പറയുന്ന കേട്ടോ ഞങ്ങൾക്ക് മലേഷ്യ പോകാനുള്ള കാശില്ലെന്ന്. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് വിഷമാവാണ് കേട്ടോ. അയ്യോ, സുധിയുടെയും ശ്രുതിയുടെയും കാര്യം കൂടി നിനക്കൊന്ന് നോക്കാറുന്നില്ലേ സച്ചി? അത് ശരി, ഞാനും രേവതിയെ കാറും പൂവും കെട്ടി ജീവിക്കുന്നവരാ. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇവരെയും കൂടി കൊണ്ടുപോകാനുള്ള കാശില്ല. നിങ്ങളെ തന്നെ കൊണ്ടുപോകുന്നതേ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാ. എടാ, ഇത് ഫ്രീ കാർഡല്ലേ, നിനക്കാരോ തന്നതല്ലേ? ആര് തന്നതായാലും ഞങ്ങൾ പൈസ മുടക്കി തന്നെയാണ് പോകുന്നത്. അമ്മേ, ഇവനോട് പറയമേ ഞങ്ങൾക്കും കൂടി റെഡിയാക്കി തരാൻ. എടാ സച്ചി, ഇവർക്കും കൂടി എന്തെങ്കിലും ശരിയാക്കാൻ. അച്ഛാ, ഞങ്ങളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഇതല്ലേ കിട്ടിയത്. ഇതിനങ്ങേപ്പുറം അതിമോഹം കാണിക്കാൻ പറ്റുമോ അച്ഛാ? അതും ശരിയാ. എടാ സുധി, നീ ഒരു കാര്യം ചെയ്യ്. കുറച്ച് പൈസ സംഘടിപ്പിച്ച് നീയും ഞങ്ങളുടെ കൂടെ വാടാ. ഇതൊക്കെ കേട്ട ശ്രുതി മനസ്സിലാകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇവർ മലേഷ്യ പോകുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. സച്ചിക്ക് എവിടുന്ന് ഫ്രീ ആയിട്ട് മലേഷ്യയിലെ ടിക്കറ്റ് കിട്ടിയത്? അയ്യോ, ഞാനിനി എന്താ ചെയ്യുക? അവിടെ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലെന്ന് ഇവരറിയില്ലേ? ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് അവരെന്തായാലും അവിടേക്ക് പോവാതിരിക്കില്ല. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക? അവരുടെ യാത്ര മുടക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. എടാ സച്ചി, രേവതി, നീ തൽക്കാലം രേവതിയുടെ ടിക്കറ്റ് ശ്രുതിക്ക് കൊടുക്കുക. അവളുടെ അച്ഛനെ കുറിച്ചല്ലേ നമുക്ക് അന്വേഷിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈ രേവതി അവിടെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രേവതിക്ക് അവിടെ കാണണമെന്നൊന്നും ഉണ്ടായിരിക്കില്ല, അല്ലേ രേവതി? അയ്യോ അമ്മേ, എനിക്ക് മലേഷ്യ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വരും. ഷോ, ഇവളുടെ ഒരു അത്യാഗ്രഹം. നിനക്ക് പിന്നെ കണ്ടാൽ പോരെ? ശ്രുതിയാണെങ്കിൽ നിന്നെ പിന്നെ കൊണ്ടുപോയിക്കോളും. അതൊന്നും പറ്റത്തില്ല, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഓ, അവളുടെ ഒരു അഹങ്കാരം. എന്നാ പിന്നെ സച്ചി ഒരു കാര്യം ചെയ്യ്, സച്ചിയുടേത് സുധിക്ക് കൊടുക്ക്. എന്നാൽ സുധിക്ക് നമ്മുടെ കൂടെ വരാലോ. ആ മോഹം അങ്ങ് ഉള്ളി വെച്ചാൽ മതി. തൽക്കാലം ഒരു കാര്യം ചെയ്തോ, അമ്മയുടേത് അവർക്ക് കൊടുത്തോ, അവരും കൂടെ പോന്നോട്ടെ. അയ്യോ, എൻ്റെ ടിക്കറ്റ് ഞാൻ ആർക്കും കൊടുക്കില്ല. എന്നാ പിന്നെ അമ്മ ആരുടെയും വക്കാലത്ത് പിടിക്കാൻ വരണ്ട. ശരിയാ സുധി, നീ പോയിക്കോ. ഞാനെന്തായാലും സച്ചിയുടെ കൂടെ മലേഷ്യ പോവും. എനിക്ക് മലേഷ്യയൊക്കെ ഒന്ന് കാണണം. അത് മാത്രമല്ല, മലേഷ്യ ചെന്നിട്ട് ഒരു വെലസാനുണ്ട്. അവിടെ ചെന്നിട്ട് ആദ്യം ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കണം. അവിടുത്തെ ജയിലിൽ പോയിട്ട് ശ്രുതിയുടെ അച്ഛനെ ഇറക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് നോക്കണം. പിന്നെ ശ്രുതിയുടെ രണ്ടാനമ്മയില്ലേ, അവരവിടെ ഉണ്ടല്ലോ, അവരെക്കുറിച്ച് അറിയണം. അവരോടൊന്ന് യോഗ്യത്തിൽ കൂടണം. എന്നിട്ട് ചുളിവിൽ കുറച്ച് കാശടിച്ച് മാറ്റണം. എൻ്റെ ചന്ദ്രേ, നിനക്ക് കാശ് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അമ്മേ, എൻ്റെ അമ്മായിയപ്പനെ എനിക്കും കാണണ്ട അമ്മേ. എടാ, അതിന് നീയേ ശ്രുതിയോട് പറഞ്ഞ് കാശൊപ്പിച്ച് ഞങ്ങളുടെ കൂടെ വാ. ഇനി 2 ദിവസമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അത് റെഡിയാക്കി ഞങ്ങളുടെ കൂടെ വരാൻ നോക്ക്. അങ്ങനെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ശ്രുതി, നീ കേട്ടോ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ? ഞാൻ കേട്ടു. മലേഷ്യയിലേക്ക് പോവുക അവരൊക്കെ. നിനക്കെന്തോ ഒരു സന്തോഷമില്ലാത്തത്? അത് പിന്നെ നമ്മൾ പോകുന്നില്ലെന്നോ? എങ്ങനെയെങ്കിലും പണം ഒപ്പിച്ച് നമുക്കും പോകണം മലേഷ്യയിലേക്ക്. നമ്മുടെ അമ്മായിയപ്പനെ കാണണ്ടേ?
അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ ശ്രുതി? ദേ, നമുക്ക് കാശ് ചെലവാക്കി അവിടെ പോവാ എങ്ങനെയെങ്കിലും. അവിടെ എത്തിയിട്ട് നിന്റെ അച്ഛനോട് കാശ് ചോദിക്കാലോ. എന്തൊക്കെയാ ശ്രുതി ഈ പറയുന്നത്? ഇവിടെ നിന്ന് 30 ലക്ഷം രൂപയെ നമുക്ക് നഷ്ടമായത്. അതിന് പുറത്ത് ശ്രുതി ഇനിയും കടമാക്കുവാണോ? നമുക്ക് എങ്ങോട്ട് പോവണ്ട. അവരും പോവാൻ പാടില്ല. അവരെ പോക്ക് നമുക്കെങ്ങനെ തടസ്സപ്പെടുത്താൻ പറ്റും? ശ്രുതി, അത് തടസ്സപ്പെടുത്തുന്നേക്കാളും നല്ലത് നമുക്ക് എങ്ങനെയെങ്കിലും ചെല്ലുന്നതാ. അവിടെ ചെന്നിട്ട് നിന്റെ രണ്ടാനമ്മയുണ്ടല്ലോ, അവരോട് കാശ് ചോദിക്കാം. അപ്പം നമുക്ക് തിരികെ പോകാനുള്ള കാശും കാവല്ലോ. എൻ്റെ ശ്രുതി, വെറുതെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യണ്ട. ഒന്ന് പോവാൻ നോക്കുന്നുണ്ടോ? ഈശ്വര, ഇനി ഇവരുടെ ട്രിപ്പ് മുടക്കാൻ എന്താണാവോ ചെയ്യാം. എങ്ങനെയെങ്കിലും സച്ചിയുടെ ഈ ട്രിപ്പ് മുടക്കിയേ പറ്റൂ. അതിന് ആ കാർഡ് എങ്ങനെയെങ്കിലും കൈ കിട്ടണം. ആ കാർഡ് കീറിക്കളഞ്ഞാൽ പിന്നെ അവൻ എവിടേക്കും പോകാൻ പറ്റത്തില്ലല്ലോ. അതിന് ആ കാർഡ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. അവനങ്ങനെ മലേഷ്യയിൽ എത്തണ്ട. ഓക്കെ, അങ്ങനെ സച്ചിയുടെ കയ്യിലിരിക്കുന്ന കാർഡ് അടിച്ചു മാറ്റാനുള്ള തന്ത്രപരമായ നീക്കത്തിലാണ് കേട്ടോ ശ്രുതി. അപ്പോൾ അങ്ങനെ സച്ചിയുടെ കയ്യിലിരിക്കുന്ന കാർഡ് അടിച്ചു മാറ്റുന്നുണ്ടോ? ഇനി ഉണ്ടാവുന്ന കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകൾ എന്തൊക്കെയാണ്? ഇതറിയാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.